ഇന്നലെ രാത്രി 3 മണി വരെയാണ് ലൈവ് ഉണ്ടായിരുന്നത്. അതിൽ മെജോറിറ്റി ഓഫ് ടൈമും ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഗബ്രീൻ്റെയും ജാസ്മിൻ്റെ അടുത്തായിരുന്നു. ഗബ്രി ഇന്നലെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതും പല പ്രാവശ്യങ്ങളിലായി പറഞ്ഞു. പക്ഷേ ജാസ്മിൻ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടുമില്ല. ഗബ്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. സ്നേഹമല്ലേ, അത് ഏത് തരത്തിൽ വേണമെങ്കിലും ആകാം. ലവ് സ്ട്രാറ്റജിയും ലവ് അല്ലാത്ത സ്ട്രാറ്റജിയും പല സ്ട്രാറ്റജികളും നമ്മൾ ബിഗ് ബോസിനുള്ളിൽ കണ്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് പറയാനും കഴിയില്ല അതൊക്കെ സത്യമാണോ കള്ളമാണോ, അത് ഗെയിമിന് വേണ്ടിയുള്ളതാണോ എന്നൊന്നും നമുക്ക് പറയാനും കഴിയില്ല. ഇവരുടെ ഈ ഒരു കാര്യത്തിൽ ഇവരുടെ പ്രണയം പൂത്തുലഞ്ഞു എന്നുള്ളതല്ല ഇവിടുത്തെ മാറ്റർ. ഗബ്രിക്ക് തനിയെ നിന്ന് ഗെയിം കളിക്കാൻ കഴിയില്ല എന്നുള്ളത് ഗബ്രി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഇവർ തമ്മിൽ തന്നെ പലരുമായിട്ട് വീണ്ടും മിങ്കിൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിന് പിന്നെയും സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ കൂടെയൊക്കെ കൂടാനായിട്ട്. പക്ഷെ ഗബ്രിക്ക് തീരെ മറ്റുള്ളവരുമായിട്ട് അങ്ങ് കൂടെ ചേരാനായിട്ട് കഴിയുന്നില്ല. മറ്റുള്ളവർ അല്ലെങ്കിൽ ആ രീതിക്ക് ഗബ്രിയെ വീണ്ടും അംഗീകരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസും അംഗീകാരമൊക്കെ കിട്ടുന്നത് ഗബ്രിക്ക് ജാസ്മിൻ്റെ അടുത്ത് നിന്നാണ്. സോ ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഗബ്രിക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഗബ്രിക്ക് ഗെയിം കളിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് ഈ ഗബ്രി ഈ തരത്തിലൊരു ഗെയിം ഇറക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.